കേരളത്തിലെ ജനങ്ങൾക്ക് ബി ജെ പി എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാണ് ഇവിടെ മെയിൻലി. നമ്മളും ബി ജെ പിക്ക് അഗൻസ്റ്റ് ആയിട്ട് തന്നെയാണ് ഇവിടെ നിന്നതും. ഈ വോട്ട് കുറയുന്നതനുസരിച്ച് ബി ഡി ജി എസിന് കിട്ടുന്നതിൻ്റെ അത്ര പോലും ഇവർക്ക് നേടാൻ കഴിയാതെ വന്നാൽ അത് വരും, അത് ഉറപ്പാണ്. 12,000 ചില്ലുമാനം ബി ഡി ജി എസ് കഴിഞ്ഞ പ്രാവശ്യം നേടിയിട്ടുണ്ടായിരുന്നു. അതുപോലും ബി ജെ പിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ബി ജെ പിനെ ഇവിടുത്തെ ആൾക്കാരെല്ലാവരും കൂടെ ചവിട്ടിക്കൂട്ടിയെടുത്ത് അറബിക്കടലിൽ കളയണം. അല്ലാതെ ബി ജെ പിയെ കൊണ്ട് അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ നേരിടാനോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഇവിടുത്തെ നാട്ടുകാർക്ക് എന്തെങ്കിലും ഗുണം ചെയ്യാനോ പറ്റുമെന്ന് വിചാരിക്കേണ്ട. ഇവർ ബി ജെ പി ആക്ച്വലി ചെയ്യുന്നത് വോട്ട് കച്ചവടമാണ് എല്ലാ കാലത്തും കേരളത്തിൽ ചെയ്യുന്നത്. കാരണം ബി ജെ പിക്ക് ജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ബി ജെ പി ചെയ്യുന്ന നെറികേടുകളും അതുപോലെ തന്നെ ഇവിടുത്തെ നേതാക്കളുടെ പോക്കറ്റ് വീർക്കുന്നതും അല്ലാതെ ആർ എസ് എസിനോ അല്ലെങ്കിൽ സമാജത്തിനോ അല്ലെങ്കിൽ സമൂഹത്തിനോ ഒന്നും ബി ജെ പിയെ കൊണ്ട് യാതൊരു വിധത്തിലും ഗുണം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പം ഇപ്പോൾ ഈ ഇലക്ഷന് രാജീവ് ചന്ദ്രശേഖറിന് ഇവിടെ താല്പര്യമില്ല എന്ന് പറഞ്ഞു വന്നു. ഇവിടെ ഇലക്ഷന് സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് പറഞ്ഞു. അതുപോലും ഇൻഡയറക്ട്ലി അത് സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമായിരുന്നു. കാരണം അടുത്ത ഇലക്ഷന് 140 മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇവർക്ക് താല്പര്യമില്ല. 40 മത്സരിക്കുള്ളൂ, അതിൽ 10 ജയിച്ചാൽ മതി എന്ന് പറഞ്ഞൊരു ഡീല് വെച്ചിട്ടുള്ള ഒരു മൂവാണ് ഇപ്പോൾ ഇവർ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് നിലമ്പൂരിൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഹിന്ദു മഹാസഭ വളരെ പ്രഷർ കൊടുത്തുകൊണ്ട് നാണം കേട്ട് വീണ്ടും അവർ ഒരു സ്ഥാനാർത്ഥി വെച്ചു. അതും ഒരു കേരള കോൺഗ്രസ്സുകാരൻ, പാർട്ടിയുടെ ഐഡിയോളജി എന്താണെന്നറിയാതെ തലേദിവസം വരെ കേരള കോൺഗ്രസ് ഇരുന്ന ഒരാളെ പിടിച്ച് അടുത്ത ദിവസം ഇതാക്കി. ഇതെല്ലാം ജനം കാണുന്നതല്ലേ. പിന്നെ അതുപോലെ തന്നെ ബിസിനസ് ജനതാ പാർട്ടി എന്ന് ഞാൻ തമാശയ്ക്ക് പറയുമെങ്കിലും അത് കാര്യമാണ്. ഇവിടെ ഗൂഡല്ലൂർ തൊട്ട് ഇങ്ങോട്ടുള്ള വഴിയെല്ലാം ഇവർ പറഞ്ഞെന്താണ് 4 വരി പാതയാക്കും അവരൊക്കെ വോട്ട് കൊടുത്താൽ. അതുപോലെ ഇവിടുത്തെ ക്യാൻസർ സെൻ്ററിലുള്ള ആൾക്കാർക്ക് അത് വികസിപ്പിക്കും. വോട്ട് കൊടുത്താൽ മാത്രമേ ഒരു പൊതുപ്രവർത്തകൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിലെന്താ ആത്മാർത്ഥതയുള്ളത്? ഒരു പൊതുപ്രവർത്തകൻ ഒരു സന്യാസിയെ പോലെ പ്രവർത്തിക്കണം, പ്രതിഫലം ഇച്ഛിക്കാതെ. ഇപ്പോൾ എനിക്കിവിടെ വല്ലതും എന്തെങ്കിലും ഉണ്ടായിട്ടാണോ ഞാനിപ്പോൾ വരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് ഇലക്ഷൻ കഴിഞ്ഞാൽ ഞാനിവിടെ ഉണ്ടാവും. ഇവിടുത്തെ ആദിവാസികളുടെ കാര്യത്തിനും ഇവിടുത്തെ സാധാരണക്കാരുടെ വിഷയത്തിനും ഇവിടുത്തെ എല്ലാ മതക്കാരുടെ കാര്യവും മതവും ജാതിയും നോക്കാതെ ഞാനിവിടെ ഉണ്ടാവും. ഞാൻ വന്നു പോയിരിക്കും. അതിനുവേണ്ടി തന്നെ നമ്മളൊരു ഓഫീസ് തന്നെ ഈ ഏരിയയിൽ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നു.